നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെന്ന് അകത്തേക്കോ? വാ. മധുശ്രീ, നീ എന്തായി പറയുന്നേ? നീ ഇങ്ങനെ വിരളാതെ. നിനക്കൊരു ഗുഡ് ന്യൂസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ന്യൂയോർക്കിൽ എവിടെയുണ്ടെന്ന് പറഞ്ഞില്ലേ നിന്റെ ഹർഷൻ? അവനെ എന്റെ ഫ്രണ്ട്സ് തപ്പിയെടുത്തു. സത്യമാണോ നീ പറയുന്നേ? ഞാനെന്തിനാ നിന്നോട് നുണ പറയുന്നത്? അതൊക്കെ സാധിക്കുമെന്ന് നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അവനിപ്പോ എവിടെയാ എന്റെ ഹർഷൻ? ഹർഷൻ ജോലി ചെയ്യുന്ന കമ്പനി കണ്ടുപിടിച്ചു. കക്ഷിയുമായി എന്റെ ഫ്രണ്ട്സ് സംസാരിക്കുകയും ചെയ്തു. നിന്റെ ഇപ്പോഴത്തെ വിലാസവും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. എനിക്കിപ്പോ അവനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അവന്റെ നമ്പറുണ്ടോ കയ്യില്? ഹർഷൻ അവിടെ ഇപ്പോ ഒരു താൽക്കാലിക നമ്പറാ ഉപയോഗിക്കുന്നത്, കമ്പനി ഫോൺ. നാളെ അത് വേറെ ജീവനക്കാരുടെ ആരുടെയെങ്കിലും കൈവശമായിരിക്കും. മാത്രമല്ല അവരുടെ ഫോൺസൊക്കെ ടാപ്പ് ചെയ്യുന്നുണ്ടെന്നാ ഹർഷൻ പറയുന്നത്. അവരുടെ ആരുടെയെങ്കിലും കയ്യില് നിന്റെ നമ്പർ പോകുന്നതിൽ ഹർഷന് താല്പര്യമില്ല. പേഴ്സണൽ നമ്പറായി കഴിഞ്ഞാ ഇങ്ങോട്ട് വിളിച്ചോളാന്ന്. ഹർഷന്റെ കയ്യില് നിന്റെ നമ്പറുണ്ടല്ലോ. കാർത്തികേ, എത്രയും പെട്ടെന്ന് ഹർഷനെ കണ്ടുപിടിച്ച് തരാമെന്ന് നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. അതിന് പകരമായി നീ ഞാൻ പറയുന്നത് ചെയ്യും. നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ഇന്നിവിടെ ഒരു മരണം നടക്കുമെന്ന്? മധുശ്രീ തമാശ പറയാറില്ല കാർത്തികേ. ഇന്നിവിടെ ഒരു മരണം നടക്കുകയും ചെയ്യും. അത് നിന്റെ കൈ കൊണ്ടായിരിക്കുകയും ചെയ്യും. ഷാലിനി, അകത്തേക്ക് വാ. എല്ലാം കഴിഞ്ഞില്ലേ? സാഹചര്യങ്ങള് എന്ത് സാഹചര്യ വിഷ്ണുട്ട? സാഹചര്യം ഒരാൾക്ക് മാത്രമല്ലല്ലോ. കണ്ണെത്താ ദൂരത്തേക്ക് പോകുമ്പോഴും ഓരോ രാത്രിയും കണ്ണീര് കുടിച്ചിറക്കുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. അകൽച്ച ശരീരം കൊണ്ട് മാത്രമാണെന്ന്. മനസ്സുകളെ തമ്മിൽ അകറ്റാൻ ആർക്കും കഴിയില്ലെന്ന്. ദൈവത്തിന് പോലും പിരിക്കാനാവാത്ത വിധത്തിൽ അവ ഒട്ടിച്ചേർന്നിരിക്കുകയാണെന്ന്. ആ വിശ്വാസം ഇപ്പൊ പൊട്ടിത്തകർന്നത്. ഇതെല്ലാം നാടകം മാത്രം. ഇയാളെ കൊണ്ട് സത്യം പറയിക്കാം. എന്റെ ജീവനായി ഇയാളെ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ തൽക്കാലം എനിക്കത് പറയാൻ നിർവാഹമില്ല. തെറ്റിദ്ധാരണയെല്ലാം മാറി എന്നെങ്കിലും സത്യം എന്നെ തിരിച്ചു വിളിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയും കൈവിട്ടു. ഈ മുങ്ങിച്ചവൻ പോന്ന ഒരാളുടെ വെപ്രാളുണ്ടല്ലോ. ഒരൊറ്റ പ്രാണവായുവിനു വേണ്ടി ശരീരത്തിലെ ഓരോ രോമകോപവും തൊഴുകയായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. കഴിഞ്ഞ 6 വർഷമായി ആ വെപ്രാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവളാ ഞാൻ. ഇപ്പൊ ഒരു കര കണ്ടു തോന്നിയപ്പോ
കിലോമീറ്ററുകൾ ദൂരേക്ക് ആരോ പിന്നോട്ടടിച്ചതുപോലെ. എല്ലാം ശരിയാവും. എന്റെ കാര്യത്തിലോ എല്ലാം ശരിയാവുന്ന വിശ്വാസത്തില ഇത്രയും കാലം ജീവനോടെ ഇരുന്നത് തന്നെ. പക്ഷെ ഇപ്പോ ഒരു മനുഷ്യന് പ്രാണവായുവില്ലാതെ എത്ര കാലം ജീവിക്കാൻ കഴിയും? എന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. താൻ എന്തായാലും അകത്തേക്ക് വാ. അവിടെ എല്ലാവരും കാത്തിരിക്കുക. എന്നെയോ? ആര് കാത്തിരിക്കാൻ? കാത്തിരിക്കുമെന്ന് കരുതിയാള് അത് അവസാനിപ്പിച്ചു. ഇനി ആരാ? അകത്തെല്ലാരും വലിയ സന്തോഷത്തിലാ. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ഇയാളും കൂടി വന്ന ആ സന്തോഷം ഇരട്ടിയാവും. തെറ്റിപ്പോയി. എല്ലാ സന്തോഷവും കെടും. അതെന്റെ വിധിയാ. കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെന്ന്. അകത്തേക്ക് വാ. വാ. ശാലിനി വാ. വിഷ്ണു, ശാലിനി അകത്തേക്ക് വാ. ഓ വിഷ്ണു ഏട്ടാ. കാര്യങ്ങൾ ഞാൻ വിശദമായി പറയുമ്പോ നിന്റെ പേടി മാറിക്കൊള്ളും. ഇവിടെ നടക്കുന്ന മരണം നിന്റെ കൈകൊണ്ടാണെന്ന് ആരും അറിയാൻ പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.